എന്തൊരു ജന്മങ്ങളൊക്കെയാണെന്ന്. സോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ എന്താ പറയുന്നത് കാലമാടന്മാരോ എന്ത് മനുഷ്യരൊക്കെയാണ്. സോ ചെകുത്താന്മാർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചെകുത്താന്മാർ നമ്മുടെ കേരളത്തിൽ പെട്ടെന്ന് കയറി ഫേമസ് ആവും. പെട്ടെന്ന് അതൊരു ന്യൂസാവും കാര്യങ്ങൾ. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പേ നമ്മൾ കണ്ടതാണ് മറ്റേ എന്താ ജോളി ജോസഫോ, പിന്നെ അതിന് മുമ്പേ കേടൽ, അത് കഴിഞ്ഞിട്ട് മറ്റേ കാമുകന് വിഷം കൊടുത്ത് കൊന്ന ആ ഒരു പെണ്ണ്, എന്താ ഉള്ള പേര് എനിക്ക് ഓർമ്മയില്ല, അതൊന്നും ഓർത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇതുപോലത്തെ ഈ ചെകുത്താൻ കൂട്ടങ്ങൾ കുറേ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ, നമ്മുടെ ഇടയിൽ തന്നെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. അത് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇതുങ്ങൾ പുറത്ത് വരുന്നത്. ഇതെന്താണേലും ഈ ഡോക്ടറും ഈ തെണ്ടിയും കാണിച്ചത് ഭയങ്കര സംഭവമായിപ്പോയി. രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, സ്വയരക്ഷയ്ക്ക് റോഡിൽ വീണ വീട്ടമ്മയുടെ ദേഹത്തിലൂടെ കാർ കയറ്റിയാണ് പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും ചീറിപ്പാഞ്ഞു പോയത്. സാധനം മേടിച്ചിട്ട് ചേട്ടത്തി വണ്ടിക്കകത്തോട്ട് കയറി. ഞാൻ അപ്പുറം ഇപ്പുറം നോക്കി വണ്ടി വരുന്നുണ്ടോന്ന്. ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടാ ഞാൻ വണ്ടി എടുത്തത്. പക്ഷെ എന്തോ പെട്ടെന്ന് ഇതിലേ കൂടെ കയറി വന്നൊന്നും ഓർമ്മയില്ല. എനിക്ക് പെട്ടെന്ന് വന്ന് ഇടിച്ചിടുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മരിച്ചുപോയ സ്ത്രീയുടെ കാര്യം വളരെ കഷ്ടമാണ്. അവരെന്തോ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇവിടെ പോയ ആളുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ അത് നമുക്ക് ഈ ഓണം ഈ ഫെസ്റ്റിവലൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ അടിച്ചു പൊളിക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ മറ്റേ കള്ളനെയും കഞ്ചാവിനെയൊക്കെ കുറ്റം പറയുന്നത്. ഈ കള്ളൊക്കെ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. US വേറെ രാജ്യങ്ങളിലൊക്കെ കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒരു പെർസെൻറ്റേജ് അവർക്ക് ഒരു പെർസെൻറ്റേജ് കണക്കുണ്ട്. അവരിങ്ങനെ ഊതിച്ച് നോക്കുക അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ട് അവർ പെർസെൻറ്റേജ് കണക്ക് ചെയ്തിട്ട് അത്രയും പെർസെൻറ്റേജിലാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ നമ്മുടെ ഇവിടെ ഇതുപോലത്തെ കുറേ അലവലാദികൾ, ഇതുങ്ങൾക്കൊന്നും ഒരു കൺട്രോളും കാര്യങ്ങളൊന്നുമില്ല. ചുമ്മാതെ വലിച്ചു വാരി കുടിക്കുക, അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കുന്നെങ്കിൽ അങ്ങ് അടിച്ച് കയറ്റിയിട്ട് ഇങ്ങനത്തെ ഓരോ കാട്ടവരോധം കാണിച്ചിട്ട് മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുകയും. ഇപ്പോൾ ഇതുങ്ങൾ പുറലോകം കാണാൻ പാടില്ല, അതുപോലത്തെ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. പക്ഷേ എന്താ സംഭവിക്കുക, ഇതുങ്ങൾക്ക് ബെയിൽ കിട്ടുകയും ചെയ്യും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു 6 മാസം പിടിച്ച് അകത്തിടും. എന്നിട്ട് പറയും കൺസിഡറിങ് ദ ഫാക്ട് മറ്റേത് മറിച്ചത്, ഒരു ഡോക്ടറാണ്, ഒരു സ്ത്രീയാണ്, അവർക്ക് ഇത്ര വയസ്സായിട്ടുള്ളൂ, അവർക്ക് ജീവിതം ബാക്കിയുണ്ട്, അതാണ് ഇതാണ്, അവർക്ക് ബെയിൽ കൊടുക്കും. മറ്റേ പെണ്ണ് വിഷം കൊടുത്ത് കൊന്ന പെണ്ണിൻ്റെ കാര്യം അതുപോലെയല്ലേ. ഇതൊക്കെ ബോൺ ക്രിമിനൽസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ആൾക്കാരാണ് ഇവർ. ഇവരുടെ ബ്ലഡിൽ തന്നെ ഉണ്ട് ഇതുപോലത്തെ ക്രിമിനലായിട്ടുള്ള ചിന്താഗതിയും. പറയുന്നത് മറ്റേ ആൾക്കാർ തല്ലുവന്ന് പേടിച്ചാണ് എന്നൊക്കെയാണ്. ഈ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടുത്തെ ആൾക്കാർ പിടിച്ച് തല്ലും എന്നുള്ള പേടിയാണ് എന്നൊരു ഇതുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ അത് ഇവരുടെ കാര്യത്തിൽ അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തവരും ഒരുപാട് ന്യൂസ് ചാനൽസിലൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർ വേറെ എവിടെ ഇരുന്നിട്ട് മദ്യപിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ വന്ന നാട്ടുകാർ ഇവരെ ഓടിച്ചു വിട്ടു. അവിടുന്ന് ആണ് ഒരു വണ്ടി എടുത്ത് സ്പീഡായിട്ട് ഇങ്ങ് വരുന്നത്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ ഇനിയുള്ള അന്വേഷണങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി അത് പൊന്തി വരും. ഇവർ എവിടെയൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു. ഇവനെന്തോ മറ്റേ മണൽ മാഫിയ ആയിരുന്നു, ചന്ദനത്തടി കടത്തൽ പരിപാടി ഉണ്ടായിരുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കഥകളാണ് ഇവരെക്കുറിച്ച് വരുന്നത്. എന്ത് ജന്മങ്ങളൊക്കെയാണ്. ഒരു ഡോക്ടറെ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ടതാണ് കൊൽക്കത്തയിൽ ഡോക്ടർക്ക് സംഭവിച്ച ഒരു കാര്യം. അപ്പോൾ ആ നേരം നമ്മൾ ആ ഡോക്ടറിൻ്റെ കാര്യത്തിൽ നമ്മൾ ആകെ വിഷമിച്ചു. ഇങ്ങനെ സംഭവിച്ചല്ലോ ഒരു കുട്ടിക്ക്. ഈ കാര്യത്തിൽ ഇവിടെ എന്താ പറയേണ്ടത്? തെറി പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. എനിക്ക് തെറി പറയാൻ അങ്ങോട്ട് വരുന്നില്ല. വളരെ വളരെ ഒരു മോശപ്പെട്ട ഒരു പരിപാടിയാണ് ഈ പെണ്ണമ്മയും ഈ ചെക്കനും കാണിച്ചത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഹിന്ദു മുസ്ലിം പ്രശ്നം വരുമോ എന്തോ. ഇവൻ അജ്മലാണ്, അത് ശ്രീകുട്ടിയാണ്. ആണെങ്കിലും പേരൊക്കെ ഗംഭീരമാണ്. പക്ഷെ കയ്യിലിരിപ്പ് മാതിരി തൊട്ടിത്തരമാണെന്നേ ഉള്ളൂ. വണ്ടി നിർത്താതെ ഒരു സ്ത്രീയുടെ ദേഹത്തൂടെ ഒരു വണ്ടി കയറ്റി ഇറക്കി അങ്ങ് അരച്ച് ഇതാക്കിയിട്ട് പോവാന്ന് പറഞ്ഞാൽ ഇതൊന്നും മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ ആൾക്കാരല്ല. ഇപ്പോൾ കള്ളു കുടിച്ച് ലക്കില്ലാതെ ഒരു ലോറി ഡ്രൈവർ ചിലപ്പം ആൾക്കാർ തല്ലും എന്നൊക്കെ പേടിച്ച് ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ രാത്രിയിലൊക്കെ സംഭവിക്കാറുണ്ട്. വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാലൊക്കെ അവർ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി കളയും. പക്ഷെ എന്നാലും അവർ കയറ്റി ഇറക്കി കൊണ്ടുപോകത്തില്ല. അവർ ഇറങ്ങി നോക്കി എടുത്ത് അങ്ങോട്ട് മാറ്റിയിടുക, അങ്ങനെ വല്ലതുമൊക്കെ ചെയ്തിട്ടൊക്കെ അവർ രക്ഷപ്പെടത്തുള്ളൂ. ഓരോ സാഹചര്യങ്ങളാണ്. അതാണ് എനിക്ക് ഇത് കാണുമ്പോൾ പറയാൻ തോന്നുന്നത്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ സാഹചര്യം മാത്രമല്ല, ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആൾക്കാർ ചെക്ക് ചെയ്ത് ഓരോ കാര്യങ്ങളിങ്ങനെ വെളിപ്പെടുത്തുന്ന കാണുമ്പോൾ ഇത് എന്ത് വക ജന്മങ്ങളൊക്കെയാണ് എന്നാണ് ചോദിക്കാൻ തോന്നുന്നത്. അമ്മാതിരി ക്രിമിനൽ
ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ. വണ്ടിയിൽ കഞ്ചാവ് ഉണ്ടായിരുന്നോ, ഇവരുടെ ബോഡിയിൽ കഞ്ചാവ് ഉണ്ടായിരുന്നോ, അതൊക്കെ മെഡിക്കൽ റിപ്പോർട്ടിലൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പുറംലോകം കാണാൻ പാടില്ല. പക്ഷേ നമ്മുടെ നിയമം, നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ അല്ലല്ലോ. നമ്മുടെ ഇതിൽ ഉടനെ ഇങ്ങനെ ഒരു ഇളവ് കൊടുക്കുകയാണ്. ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം അവിടെ ജയിലിൽ കിടത്തിയിട്ട് പുറത്തു വിടും.